ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റിരിക്കുവാണേ. ഞാൻ എന്തിനാ എണീറ്റിയെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ 5 മണി ആയെന്ന് നോക്കട്ടെ. 5 മണിക്ക് എണീക്കാന്നാ പറഞ്ഞത്. ഇല്ല ഗൈസ്, 4:45 ഇപ്പോൾ കഴിഞ്ഞ 5 മണിയിലേക്ക് കിടക്കുന്നു. എന്തായാലും ഞാൻ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വരാം. എങ്ങോട്ടാണ് പോണേന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ. എന്നാൽ റെഡി ആയിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും. റെഡി ആവണ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 14-ാം തീയതി നമ്മുടെ കൂലി റിലീസാവുന്ന ഡേറ്റാണ്. അതിൻ്റെ ആദ്യ ഷോ കാണാൻ പോവുകയാണ് ഞാൻ നമ്മുടെ ആലുവ മാതാമാതിരി തിയേറ്ററിൽ. ബാക്കിയുള്ള തിയേറ്ററിൽ എനിക്ക് ബുക്കിംഗ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സമയം ഇപ്പോൾ സത്യം പറഞ്ഞാൽ 5:15 കേട്ടോ. 5:15 മോർണിംഗ് ടൈമാണേ. നേരം വെളുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നേരത്തെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആദ്യ ഷോ ആയിട്ട് കാണുന്നത് കേട്ടോ. റിലീസിങ് ടൈമിൽ ആദ്യ ഷോ ആയിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഇന്നലെ മുതൽ ഭയങ്കര എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ്. ബാക്കിയുള്ള ഫിലിംസൊക്കെ ഞാൻ ഒരു 1 മന്ത് ആവാറൊക്കെ ആകുമ്പോഴേക്കും പോയി കാണാം. അത്ര തിരക്കൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള എന്താ പറയുക കാര്യങ്ങൾ, ആ സിനിമ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രതികരണം എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ തിയേറ്ററിൽ ചെന്നിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് ഫിലിം ബേസ് ചെയ്തൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ പ്രതികരണം നമുക്ക് കാണാം. ഞാൻ മാക്സിമം അത് കാണിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും മാതാമാതിരി തിയേറ്ററിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ കോലി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഏത് ഭാഷയിലുള്ള ഫിലിമാണ്, എങ്ങനെയുള്ളത്, ആരാണ് അതിലെ കാര്യങ്ങൾ. ഓൾറെഡി ട്രെയിലറും കാര്യങ്ങളും മറ്റേ സോങ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ബൈ. അങ്ങനെ നമ്മുടെ മാതാമാധുര്യ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ഒന്ന് പോയി. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ജനസാഗരമായിരുന്നു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എന്ന് തന്നെ പറയാം. വണ്ടികളൊക്കെ ഇരിക്കണപ്പോൾ ഒന്ന് പേടിച്ചു. കാരണം പിന്നീട് മനസ്സിലായത് മാധുര്യയിലും ഒരേ ടൈമിൽ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കയറി ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ സീറ്റിലേക്ക് പോയി. ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ. മാധുര്യയിലാണെങ്കിൽ ടിക്കറ്റ് കിട്ടിയത്, മാധുര്യയിലുണ്ടായിരുന്നില്ല. ഫിലിം സ്റ്റാർട്ട് ചെയ്തു. ചെന്നപ്പോൾ അത്ര സീറ്റൊക്കെ ബുക്കഡായിരുന്നെങ്കിലും ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചെന്ന് സ്റ്റാർട്ടിങ് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തുനിന്ന് എനിക്ക് കിട്ടിയ കൂവലുകളായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക ഫാൻസിൻ്റെ ഷോസ് ആയിക്കോട്ടെ, ബാക്കിൽ നിന്ന് വന്ന വോയിസ് അനുസരിച്ച് പിന്നീട് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ഈ പോർഷനിലെത്തിയപ്പോഴേക്കും ആൾക്കാരെല്ലാവരും തന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് കയറി ഫാൻസിൻ്റെതായ ഷോസ് തുടങ്ങി. പേപ്പർ എറിയലും കൂവലും കയ്യടികളും. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഫിലിം കിട്ടുമോ? എല്ലാവരും ഇത് കണ്ടിട്ടില്ലല്ലോ, ഫസ്റ്റ് ഷോയല്ലേ. അപ്പോൾ ഷോ കണ്ടിട്ട് ഞാൻ ബാലൻസ് വീട്ടിൽ വന്ന ശേഷം നിങ്ങളോട് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയെന്നൊക്കെ പറഞ്ഞിപ്പോൾ സമയം 9:30. 6 മണിയുടെ ഷോ ആയിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഫിലിം നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ടൈം തന്നെ ഞാൻ വീഡിയോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ഷോയിലേക്ക് പോകുന്ന ടൈമിൽ നിങ്ങളോട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തിരക്കിൻ്റെ കാര്യം. അപ്പോൾ ഈ ജനങ്ങളെല്ലാം ഒരു പ്രതീക്ഷ അല്ലേ, ഒരു ക്യാരക്ടർ നമ്മൾ ട്രെയിലറും പോസ്റ്റുകളും കണ്ടിട്ട് ഒരു പ്രതീക്ഷ, ഇന്ന ക്യാരക്ടർ ഇന്ന ആൾ ഇത്ര ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും എല്ലാവരും വരുന്നത്. ആ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ അതിൽ ഈ പറഞ്ഞ ആക്ടേഴ്സ് അവരുടെ ക്യാരക്ടേഴ്സ് നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എൻട്രികളുണ്ട്. പക്ക മാസമാണ് ആ എൻട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൂലി എന്ന് പറയുന്ന ഫിലിം കണ്ടിരിക്കണം. ഫാമിലി ആയിട്ട് കാണാം. ഇതൊരു എൻ്റർടൈനർ ഒന്നുമില്ല, ബട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ മലയാള ഫിലിമിലെ ആക്ടേഴ്സ് ആയാലും കുറച്ച് പേര് അതിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ നടന്ന ആളുകൾ, അതിൽ ക്യാരക്ടർ അവരുടേതായ അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്. ഒന്നും പറയാനില്ല. ഇവർക്ക് ഈ ക്യാരക്ടേഴ്സ് ചേരുമോ അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ അഭിനയിക്കുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ച് പോകുന്ന ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. ഇതിനകത്ത് മെയിനായിട്ടും നമുക്കറിയാം, ട്രെയിലറായാലും പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. രജനീകാന്ത്, അതുപോലെ സൗഭിനിക്ക, ബാബുരാജ് ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ അമീർ ഖാൻ, അവരുടെയൊക്കെ എൻട്രി പൊളി മാസാണ്. അത് ഒന്നും പറയാനില്ല.
പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് റിലീസിങ് ഡേറ്റ് ആഗസ്റ്റ് 14, അതുപോലെ ഫസ്റ്റ് ഷോ 6 o'clock കയറിയ ഷോയാണ്. എനിക്ക് അതാണ് ഏറ്റവും വലിയ. ഞാൻ ഇന്നേ വരെ ഫാൻ ഷോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാനൊരു റിവ്യൂ ഞാൻ എന്തായാലും കണ്ട് ഇറങ്ങി വീട്ടിലെത്തി, അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മെൻഷൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പ്രതീക്ഷേനേക്കാളും നമുക്ക് ഈ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഇവരുടെ എൻട്രി വരുന്നത്, അതാണ് ഏറ്റവും വലിയൊരു ഭംഗി ആ ഫിലിമിൻ്റെ എന്ന് പറയാനായിട്ട്. അതുപോലെ എല്ലാ നമ്മുടെ സിനിമയിലെ ഒരു എൻട്രി അങ്ങനെയൊന്നുമല്ല, നമുക്കിഷ്ടപ്പെട്ട ആക്ടേഴ്സ് പല രീതിയിൽ അതിന് പറ്റിയ ആ ഫിലിമിന് പറ്റിയ സ്റ്റോറിക്ക് പറ്റിയ ക്യാരക്ടറുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വളരെ സന്തോഷമാണ്. അവർക്ക് എന്താ പറയുക, ആ എൻട്രിയിലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ എനിറ്റിന്ന് കൈയടിച്ചു പോകും, അതുപോലെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂയി എന്ന് പറയുന്ന ഫിലിം മിസ് ചെയ്യരുത്. നമുക്ക് ഡേറ്റും കാര്യങ്ങളും സീറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം, ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോയി എടുക്കലായിട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മാധയിലാണ് പോയത്. ഒരാൾക്ക് 130 രൂപ ആയിരുന്നു. ബട്ട് എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഓൾറെഡി ഞങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഈ പറഞ്ഞോണം താഴെ, അതായത് ഏറ്റവും അടുത്ത് സ്ക്രീനിൻ്റെ അടുത്ത് സെക്കൻഡ് റോ ആയിട്ടായിരുന്നു. നമുക്ക് മാക്സിമം അവിടെ എടുക്കരുത് എന്നുള്ളതാണ്. അത് ഫിലിം നമുക്ക് ആസ്വദിക്കാനുള്ളൊരു ചെറിയ ഇഷ്യൂ വരും, അതായത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ നമുക്ക് വേദന എടുക്കാനൊക്കെ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ. പക്ഷേ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇനി അങ്ങനെ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ചെറിയ ഷോർട്ട് സ്റ്റോറി ആദ്യം കാണിക്കുന്നുണ്ട്. അതങ്ങനെ നമുക്ക് ആ സ്റ്റോറി മനസ്സിലായാലാണ് ബാക്കിയെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആദ്യം നല്ല രീതിയിൽ കാണാം. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിന് ഞാൻ 4 സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിന് 5 6 സ്റ്റാർ കൊടുക്കും ഞാൻ. കാരണം അത്രത്തോളം പൊളിയായിട്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ പക്ക കറക്റ്റാണ്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര എന്താ പറയുക നഷ്ടമായി പോകുമെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എന്തെങ്കിലും ഈ വീഡിയോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഒരു പ്രശ്നമില്ല. കാരണം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇൻട്രൊഡക്ഷൻ വീഡിയോ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായിട്ട് വരട്ടെ. എന്തായാലും ഇപ്പോൾ സമയം 9:45 അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഇത് കാണുന്നതിന്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുമ്പോൾ ബൈ.